പെരുന്നാൾ ദിവസം ഏതറിയാത്തവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മന്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അളവോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു മന്തി റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്തെടുക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ നമുക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അരിയൊക്കെ സെറ്റാക്കി വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു മന്തി റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടി അരി ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ അരമണിക്കൂർ അരി ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ അരിയാണ് എടുത്തത്. അപ്പോൾ ഇത് ബസുമതി റൈസാണ് കേട്ടോ നമ്മൾ എടുത്തത്, വൈറ്റാണ്. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. അരമണിക്കൂറാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ തന്നെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കന് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്നിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ ഞാൻ എടുത്തത് ബിരിയാണിക്ക് പീസാക്കുന്നില്ല, അതുപോലെ എന്നിട്ട് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലുതാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകമാണ്, 1/2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. പിന്നെ ഒരു ഉണക്ക നാരങ്ങ, പിന്നെ ഇതിലേക്ക് പട്ട, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു. പട്ട കുറച്ച് മതിയാവും കേട്ടോ, സ്പൈസസ് ഒക്കെ കുറേ ഒന്നും വേണ്ട. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ലാസ്റ്റ് നല്ല ജീരകം ചേർത്ത് കൊടുത്താൽ മതി, ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ കുറേ ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു പകുതി മാഗി ക്യൂബ് വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിട്ടുള്ളിൽ 2 കട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിൻ്റെ 2 കട്ടയിൽ നിന്ന് 1 മാത്രം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് അത് ചതച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. അത് അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് തന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗരം മസാലപ്പൊടി നമ്മൾ കാറ്ററിംഗ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫുഡ് ഐറ്റംസിലും ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയർ വിട്ട് തരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മന്തിയിലായാലും അതുപോലെ തന്നെ ബിരിയാണി എന്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾ മസാലക്കറിയൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു മസാലയുടെ അകത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കൂടി പോകാൻ പാടില്ല കേട്ടോ, കാരണം നമ്മൾ മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് തന്നെ കൂടി പോകരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളി ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിനൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി അടിച്ച ആ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം, കൂടുതലാവാൻ പാടില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക്. ഞാനിപ്പോൾ ഊറ്റിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വറ്റിച്ചും ചെയ്യുക. 1 കിലോനരിക്ക് 1 പാട്ട അരിക്ക് 1 പാട്ട വെള്ളം വെച്ചാൽ മതി കേട്ടോ. പിന്നെ ചിക്കൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവില്ല, അതും കൂടി ചേർത്തിട്ട് 1 പാട്ട അരിക്ക് 1 പാട്ട വെള്ളം എടുത്താൽ മതിയേ. നമ്മൾ വറ്റിച്ച് വെക്കുക വെച്ചാൽ. ഇപ്പോൾ ഇത് ഞാൻ ഊറ്റിയിട്ടാണ് വെക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായാലും ഒരു കുത്തലായിരിക്കും. അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അത് ഇളക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ചിക്കൻ മാത്രം ഒന്ന് കോരി മാറ്റാം ഒരു പ്ലേറ്റിലേക്ക്. കോരി മാറ്റിയ ചിക്കൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും, കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഇതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് അൽഫാം മസാല, അറബിക് മസാല കേട്ടോ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്. കയ്യിലുണ്ടെങ്കിൽ അറബിക് മസാല ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ആ ഒരു മസാലൻ്റെ അകത്തേക്ക് നമ്മൾ ഇതിൽ കോരി മാറ്റിയ മസാല ഇല്ലേ, മസാലൻ്റെ വെള്ളത്തിൻ്റെ അകത്തേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് മുരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ. എന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മതി. അധികം നേരം മുരിയേണ്ട ആവശ്യമില്ല, കളറൊന്ന് മാറി വന്നാൽ മതി. ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി ഊറ്റി കുതിർത്ത് വെച്ച അരിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ചിക്കൻ ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡും കൂടി നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ മാറ്റിയെടുക്കണം. ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. വേവിച്ച് വെച്ച ആ ഒരു മസാലക്കൂട്ടില്ലേ, നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു മസാലക്കൂട്ടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചെടുത്ത ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു എണ്ണയും എല്ലാം അതിലേക്ക് ആക്കി കൊടുക്കട്ടോ. ചോറൊരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ബാക്കി നമ്മളെ ദമ്മിൻ്റെ അകത്ത് കിടന്നിട്ട് അങ്ങനെ വെന്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചോറ് ഊറ്റിയെടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് ഇതൊന്ന് അരിപ്പച്ചമ്പിലേക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത മുഴുവൻ ചോറ് ഇതിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് കുത്തിവെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടി വിതറി കൊടുക്കാം. വേറെ ഒന്നും നമ്മളിതിലേക്ക് ആക്കി കൊടുക്കുന്നില്ല കേട്ടോ, ഇത്രയും മതിയാവും. മല്ലിച്ചപ്പും പുതിനച്ചപ്പും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അതങ്ങനെ ദമ്മിട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പം നല്ല അടിപൊളി മന്തി ഇവിടെ റെഡിയായി കിട്ടും. ഞാൻ ഇതിലേക്ക് കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് പുക ഇട്ടിനു കേട്ടോ, കാണിക്കാൻ വിട്ടു പോയതാണ്. കൂടുതൽ പുക ഉണ്ടാവാൻ പാടില്ല, ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കളയണം കേട്ടോ. എന്നാലാണ് അതിനൊരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പുക കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് വെച്ചിട്ട് എടുത്ത് കളയുക. അപ്പോൾ ഇതാ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മൾ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഈ ഒരു മസാല, അടിയിലത്തെ മസാല ഒക്കെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് മന്തി ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടാവും. നിങ്ങൾക്ക് ചിക്കൻ്റെ പീസ് വലുത് വേണമെങ്കിൽ വലുത് അങ്ങനെ വെച്ചിട്ട് ചെയ്യട്ടോ. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വെറുതെ.